വെൽക്കം ടു സിനിമ ടോക്കീസ്. ഞാൻ റീസെന്റ് ആയിട്ട് കണ്ട ഒരു തമിഴ് സിനിമയാണ്. അമേസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. വിമലാണ് ഹീറോ. സോ സിനിമയുടെ പേര് എന്താ വെച്ചാൽ സാർ. സോ ഈ സിനിമയുടെ ഓൺലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഹീറോന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് സിനിമ. സോ ഹീറോയുടെ ഫാമിലി എന്താണെന്ന് വെച്ചാൽ ഈ മാഷ് പരമ്പരാഗതമായിട്ട് ഈ മാഷന്മാർ ജോലി ചെയ്തിട്ട് വരുന്ന ഒരു ഫാമിലി. ലൈക്ക് അച്ഛൻ മാഷായിരുന്നു, അച്ഛനും മാഷായിരുന്നു. സോ ഹീറോയുടെ ഗ്രാമത്തിലുള്ള ഒരു ചെറിയൊരു സ്കൂൾ, അത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കഥ. സോ ഹീറോയുടെ ബെസ്റ്റ് ഫ്രണ്ട്, അയാളുടെ കഥ എന്താണെന്ന് വെച്ചാൽ ഈ ഹീറോയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അച്ഛനും അച്ഛനും ഒക്കെയാണ് ഈ നാട്ടിലുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഹീറോയുടെ അച്ഛൻ ഈ നാട്ടിൽ പുതുതായിട്ട് വരികയും ഈ ഹീറോയുടെ പരമ്പര, ഈ ഹീറോയുടെ ഒരു അച്ഛനോ അപ്പൂപ്പനോ ഈ നാട്ടിൽ വരികയും ആ നാട്ടുകാർക്ക് ഈ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് കാരണം ഈ ഫാമിലി, ഹീറോയുടെ ഫ്രണ്ടിന്റെ ഫാമിലി, അയാളുടെ അച്ഛനൊക്കെ പറയുന്ന ഈ നാട്ടുകാർ കേൾക്കൂലല്ലോ എന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കഥ എടുത്തിട്ടാണ് ഈ സിനിമ വരുന്നത്. സോ ഈ രണ്ട് ഫാമിലിയും അവസാനം ഈ ഹീറോയുടെ ഫ്രണ്ട് തന്നെയാണ് വില്ലൻ എന്ന് ഹീറോ മനസ്സിലാക്കുകയും പിന്നെ അവർക്കിടയിൽ നടക്കുന്ന ചില പല കാര്യങ്ങളും ഇതൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. അവസാനം എന്ത് നടക്കുന്നു എന്നുള്ളതും നല്ല രീതിയിൽ തന്നെ കാണിച്ചിരുന്നു. ഒരു നല്ല സിനിമയാണ്, കാണുക, സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള സിനിമ. വെൽക്കം ടു സിനിമ ടോക്കീസ്. ഞാൻ റീസെന്റ് ആയിട്ട് കണ്ട ഒരു തമിഴ് സിനിമയാണ്. അമേസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. വിമലാണ് ഹീറോ. സോ സിനിമയുടെ പേര് എന്താ വെച്ചാൽ സാർ. സോ ഈ സിനിമയുടെ ഓൺലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഹീറോന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് സിനിമ. സോ ഹീറോയുടെ ഫാമിലി എന്താണെന്ന് വെച്ചാൽ ഈ മാഷ് പരമ്പരാഗതമായിട്ട് ഈ മാഷന്മാർ ജോലി ചെയ്തിട്ട് വരുന്ന ഒരു ഫാമിലി. ലൈക്ക് അച്ഛൻ മാഷായിരുന്നു, അച്ഛനും മാഷായിരുന്നു. സോ ഹീറോയുടെ ഗ്രാമത്തിലുള്ള ഒരു ചെറിയൊരു സ്കൂൾ, അത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കഥ. സോ ഹീറോയുടെ ബെസ്റ്റ് ഫ്രണ്ട്, അയാളുടെ കഥ എന്താണെന്ന് വെച്ചാൽ ഈ ഹീറോയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അച്ഛനും അച്ഛനും ഒക്കെയാണ് ഈ നാട്ടിലുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഹീറോയുടെ അച്ഛൻ ഈ നാട്ടിൽ പുതുതായിട്ട് വരികയും ഈ ഹീറോയുടെ പരമ്പര, ഈ ഹീറോയുടെ ഒരു അച്ഛനോ അപ്പൂപ്പനോ ഈ നാട്ടിൽ വരികയും ആ നാട്ടുകാർക്ക് ഈ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് കാരണം ഈ ഫാമിലി, ഹീറോയുടെ ഫ്രണ്ടിന്റെ ഫാമിലി, അയാളുടെ അച്ഛനൊക്കെ പറയുന്ന ഈ നാട്ടുകാർ കേൾക്കൂലല്ലോ എന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കഥ എടുത്തിട്ടാണ് ഈ സിനിമ വരുന്നത്. സോ ഈ രണ്ട് ഫാമിലിയും അവസാനം ഈ ഹീറോയുടെ ഫ്രണ്ട് തന്നെയാണ് വില്ലൻ എന്ന് ഹീറോ മനസ്സിലാക്കുകയും പിന്നെ അവർക്കിടയിൽ നടക്കുന്ന ചില പല കാര്യങ്ങളും ഇതൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. അവസാനം എന്ത് നടക്കുന്നു എന്നുള്ളതും നല്ല രീതിയിൽ തന്നെ കാണിച്ചിരുന്നു. ഒരു നല്ല സിനിമയാണ്, കാണുക, സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള സിനിമ.